Hey all, welcome to MC. സോ നമ്മൾ ഇന്ന് 3 lakhs അക്കൗണ്ടിലെ സൈക്കോളജി ഇന്ന് എങ്ങനെ വർക്കൗട്ട് ആയെന്ന് നോക്കാം. ടെക്നിക്കൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ടെക്നിക്സ് നമുക്ക് ഇനി വരുന്ന ഡേയ്സിൽ നോക്കാം. സൈക്കോളജി ഞാൻ പറഞ്ഞു പോകാം. സോ ഇന്നും ഏകദേശം ഇനിഷ്യലി ആദ്യത്തെ ട്രേഡ് എനിക്ക് പ്രോഫിറ്റ് ആയിരുന്നു. അതിനുശേഷം ഞാൻ സെക്കൻഡ് അടുത്തൊരു ട്രേഡും കൂടെ എടുത്തു, അത് ലോസിലോട്ട് കൺവേർട്ടായി. സോ സെക്കൻഡ് ട്രേഡ് ലോസ് ആയ സമയത്ത് എനിക്ക് ഇനിഷ്യലി വന്ന പ്രോഫിറ്റ് കുറച്ച് എമൗണ്ട് കൂടുതലായിരുന്നു. ഒരു 52 അടുപ്പിച്ച് പ്രോഫിറ്റ് ഉള്ളതുകൊണ്ട് സെക്കൻഡ് ലോസ് ആയ സമയത്ത് എൻ്റെ സൈക്കോളജി അപ്പോൾ തന്നെ അഫക്റ്റ് ആയി തുടങ്ങി. ആ ഒരു മൊമെൻറ്റത്തിൽ ഒരു ടെക്നിക്കൽ നോക്കി അല്ലെങ്കിൽ ചാർട്ട് നോക്കാനായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് മാറി തുടങ്ങി. സോ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ട്രേഡ് ചെയ്യാൻ ഹാർഡാണ്, ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഞാൻ അടുത്ത് 1-2 ട്രേഡ് എടുത്തു, ബട്ട് ആ ട്രേഡ് ഒന്നും നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് കാണാം, ആ ട്രേഡ് ഒന്നും ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല, മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ഫിയർ വന്നു തുടങ്ങും. സോ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ മാക്സിമം കൺട്രോൾഡ് അല്ല എന്ന് തോന്നുവാണെങ്കിൽ ആ ദിവസം വൈൻഡപ്പ് ചെയ്യാം. പിന്നെ തിരിച്ച് പ്രോഫിറ്റോ ലോസോ നമ്മൾ അറിയേണ്ട കാര്യമില്ല. നമുക്ക് ആ ട്രേഡ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി പോയെന്ന് എല്ലാ ട്രേഡേഴ്സിനും അത് ഐഡൻറ്റിഫൈ ചെയ്ത് അറിയാൻ പറ്റും ഒരു സ്റ്റേജ് ആകുമ്പോൾ. സോ ഇനി എത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രേഡറിനാണെങ്കിലും ഈ ഒരു സെയിം അവസ്ഥ വരും. സോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ പ്രോഫിറ്റ് ഓർ ലോസ് വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾക്ക് അത് അടുത്ത് ചാർട്ട് നന്നായിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാർട്ടിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ഗ്രീഡ് ആണോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ലോസ് റിക്കവർ ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി വന്നാൽ അവിടെ വെച്ച് നിർത്തുക. അടുത്ത് നമ്മളിപ്പോൾ ഡിപ്ലോയിഡ് ക്യാപിറ്റൽ 3 lakhs ആണ്. നമുക്ക് ഇനിഷ്യൽ എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ഡിപ്ലോയിഡ് ക്യാപിറ്റൽ നമ്മൾ തിരിച്ചെടുക്കുക. ഈ 3 lakhs എന്നാണോ എനിക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ആ 3 lakhs ജനറേറ്റ് ആയതിന് ശേഷമുള്ള എൻ്റെ ഒരു ട്രേഡിംഗ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ ട്രേഡിംഗ് രീതികൾ കുറച്ചുകൂടെ സ്മൂത്ത് ആയിരിക്കും. സൈക്കോളജി ഒരുപാട് എന്നെ അഫക്റ്റ് ചെയ്യത്തില്ല. ബട്ട് ഇനിഷ്യലി കിടക്കുന്ന ഒരു ക്യാപിറ്റൽ, ആ 3 lakhs കിടക്കുന്ന സമയം എനിക്ക് കുറച്ച് ഫിയർ ഓഫ് ലൂസിങ് മണി വരും. മീൻസ് സൈക്കോളജിക്കലി എഫക്റ്റ് ആവുന്ന എല്ലാ കാര്യങ്ങളും അഫക്റ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ എപ്പോഴാണോ നമ്മുടെ ഇട്ട എമൗണ്ട്, അതായത് ക്യാപിറ്റൽ തിരിച്ചു വരുന്നത്, അപ്പോൾ സൈക്കോളജിക്കലി നമ്മുടെ ആ ഒരു ഫിയർ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സ് കുറഞ്ഞു വരും. അതുവരെ കുറച്ച് സർവൈവ് ചെയ്യാൻ പാടാണ്. ഇന്ന് എനിക്ക് വേണമെങ്കിൽ ആദ്യം കിട്ടിയ പ്രോഫിറ്റിൽ എനിക്ക് വൈൻഡപ്പ് ചെയ്യാമായിരുന്നു. ഞാൻ വൈൻഡപ്പ് ചെയ്തില്ല. ഞാൻ അടുത്ത ട്രേഡ് എനിക്ക് കുഴപ്പമില്ല, പ്രോഫിറ്റ് കുറച്ച് കൂടുതലായതുകൊണ്ട് ഞാൻ സെക്കൻഡ് ട്രേഡിൽ റിസ്ക് എടുത്തത്. ബട്ട് സെക്കൻഡ് ട്രേഡ് റിസ്ക് എടുത്തതിന് ശേഷം സെക്കൻഡ് ട്രേഡ് ഞാൻ ഒരു ലോസ് മനസ്സിൽ വിചാരിച്ചത് ഒരു 20 to 25 ആണ്. അത് കുറച്ചുകൂടെ കൂടി 36 അടുപ്പിച്ചായി. സോ എന്താ ചെയ്യുന്നത്? അടുത്ത് തേർഡ് ട്രേഡ് എടുക്കും തോറും എനിക്കൊരു മീൻസ് എൻ്റെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടല്ല ഞാൻ ട്രേഡ് എടുക്കുന്നതെന്നുള്ളൊരു രീതി ആയതുകൊണ്ടാണ് ഞാൻ ട്രേഡിങ് വൈൻഡപ്പ് ചെയ്തത്. ഇന്ന് എൻ്റെ മാർക്കറ്റാണ്, എനിക്കിന്ന് കുറച്ചുകൂടി നന്നായിട്ട് ട്രേഡ്സ് എടുക്കാൻ പറ്റും, അതെനിക്ക് നന്നായിട്ട് അറിയാം. ബട്ട് ഇന്ന് ഒരു ദിവസത്തേക്കല്ല ഞാൻ ട്രേഡ് ചെയ്യുന്നത്, ലോങ് ടേമിന് വേണ്ടിയിട്ടാണ്. സോ ആ ഡിസിപ്ലിൻ ഫോളോ ചെയ്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകാൻ ശ്രമിക്കാം. ഓക്കെ ഗൈസ്, ബൈ, താങ്ക് യു.